വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവർ പോകും വഴി ഒരുവൻ അവനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. അവൻ വേറൊരുവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. മറ്റൊരുവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. യേശു പറഞ്ഞു, കൽപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഈശോയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 57 മുതലുള്ള വചനങ്ങളിൽ ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന 3 വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. ആദ്യത്തെ വ്യക്തി ഈശോയോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. അവൻ്റെ ആ ആഗ്രഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി ഈശോ പറഞ്ഞു, കുറുനരികൾക്ക് മാളവും ആകാശപ്പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. സഭാപിതാവായ എഫ്രേം ഇതിനെക്കുറിച്ച് വളരെ സുന്ദരമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈശോയെ അനുഗമിക്കാൻ ആഗ്രഹിച്ച ആ ചെറുപ്പക്കാരനിലേക്ക് ഈശോ നോക്കിയപ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ് അവിടെ അവനോട് പറഞ്ഞത്. നിന്റെ ഹൃദയത്തിൽ ആകാശപ്പറവകൾക്ക് കൂടുകളുണ്ട്, കുറുനരികൾക്ക് മാളങ്ങളുണ്ട്, എന്നാൽ മനുഷ്യപുത്രനായ എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല. ആകാശപ്പറവകൾ എന്ന് പറഞ്ഞാൽ ഒരിടത്തും തങ്ങി നിൽക്കാതെ ഒന്നിനു പുറകെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ലോകമോഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ നിരന്തരം വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്ന ലോകമോഹങ്ങൾ കൊണ്ട് നിന്റെ ഹൃദയം കൂടുകൂട്ടിയിരിക്കുകയാണ്. നീ സ്ഥാനമാനങ്ങളും ജഡികാസക്തികളും നിറഞ്ഞ ഹൃദയം പേറുന്നവനാണ്. നിന്റെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള കൂടുകളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതേപോലെ തന്നെ കുറുനരികൾക്ക് മാളമുണ്ട് എന്ന് പറയുമ്പോൾ കുറുനരി എന്ന് കർത്താവ് വിളിക്കുന്നത് ഹെരോദോസിനെയാണ്. ഹെരോദോസിനെ കുറിച്ചുള്ള പരാമർശത്തിലാണ് ഈശോ കുറുനരി എന്ന വാക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഹെരോദോസ് അത്യാഗ്രഹത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പ്രതീകമാണ്. ഇങ്ങനെ അത്യാഗ്രഹം നിറഞ്ഞ അത്യാഗ്രഹത്തിൻ്റെതായ കുറുനരികളുടെ അനവധി മാളങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ട്. ലോകമോഹങ്ങളും അത്യാഗ്രഹങ്ങളും നിറഞ്ഞ നിന്റെ ഉള്ളിൽ മനുഷ്യപുത്രനായ എനിക്ക് തല ചായ്ക്കാൻ ഇടമില്ല. അതിനാൽ നീ ആദ്യം പോയി നിന്റെ ഹൃദയം വെടിപ്പാക്കുക. അതാണ് കർത്താവ് ആ യുവാവിനോട് പറഞ്ഞത്. അങ്ങനെ ഹൃദയം വെടിപ്പാക്കി ശുദ്ധമായ ഹൃദയത്തോടുകൂടെ നീ എന്നെ സമീപിക്കുമ്പോൾ നിനക്ക് എന്നെ അനുഗമിക്കാനാവും. നമ്മളോടൊക്കെ കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതാണ്. സ്വാർത്ഥതയും എല്ലാ തരത്തിലുള്ള അധികാര ധാർഷ്ട്യങ്ങളും ഉപേക്ഷിക്കാതെ, അത്യാഗ്രഹത്തിൻ്റെ മാളങ്ങളിൽ നിന്ന് നാം പുറത്തു വരാതെ ഒരിക്കലും ദൈവത്തിൻ്റെ വഴികളെ പിന്തുടരാൻ ആവില്ല. രണ്ടാമത്തെ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കുക. അവൻ കർത്താവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാം. മരിച്ചുപോയ അപ്പനെ സംസ്കരിക്കുന്നതിനെ കുറിച്ചല്ല കർത്താവിനോട് അവൻ പറയുന്നത്. ജീവിച്ചിരിക്കുന്നവനായ അപ്പൻ മരിച്ചതിനു ശേഷം അവൻ സർവ കടമകളും നിർവഹിച്ചതിനു ശേഷം
കർത്താവിനെ അനുഗമിക്കാം എന്നാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കടമകളും നിർവഹിച്ച ശേഷം അവന് കർത്താവിനെ അനുഗമിക്കാൻ ആവില്ല. കാരണം ഒരിക്കലും മനുഷ്യന് ദൈവത്തിന് വേണ്ടി ഒരു സമയം കണ്ടെത്താൻ വേണ്ടി, അഥവാ എല്ലാ ഉത്തരവാദിത്വങ്ങളും തീർത്തതിന് ശേഷം പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താം എന്ന് കരുതാനാവില്ല. നമുക്ക് ലഭ്യമായ സമയത്തിൽ നാം ദൈവകാര്യങ്ങൾക്ക് കൂടെ അനുഷ്ഠിക്കാൻ സമയം കണ്ടെത്തണം. കടമകളെല്ലാം പൂർത്തിയാക്കി ആർക്കും ജീവിതത്തിൽ ദൈവവഴികൾ അന്വേഷിക്കാനാവില്ല. ജീവിച്ചിരിക്കുന്നവനായ അപ്പൻ മരിച്ച് അപ്പനെ അടക്കി അവൻ്റെ മകൻ എന്ന ഉത്തരവാദിത്വങ്ങൾ മുഴുവൻ പൂർത്തിയാക്കിയ ശേഷം വരുന്നതിനെ കർത്താവ് അനുകൂലിക്കുന്നില്ല. പകരം ഇപ്പോൾ ഇതാ രക്ഷയുടെ സമയം, ഇപ്പോൾ ഇതാ സ്വീകാര്യമായ സമയമെന്ന് പൗലോസ്ലീഹ പറയുന്നത് പോലെ ആ സമയത്തെ തിരിച്ചറിഞ്ഞ് സ്വീകാര്യമായ ആ സമയത്ത് തന്നെ അവൻ പുറപ്പെടണം. അവന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം തയ്യാറല്ല. കാരണം ദൈവം അവനെ വിളിക്കുന്ന നിമിഷത്തിൽ തന്നെ അവൻ ആ വിളിക്ക് പ്രത്യുത്തരം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ വ്യക്തിയോട് കർത്താവ് പറയുകയാണ്, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോജിച്ചവനല്ല എന്ന്. യഹൂദ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കലപ്പ വളരെ പരിചിതമായ ഒരു ഉപകരണമാണ്. കലപ്പയ്ക്ക് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. കലപ്പയുടെ നാക്കും ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഭാഗം, അതാണ് കലപ്പയുടെ നാക്ക് എന്നറിയപ്പെടുന്നത്. ആ കലപ്പയുടെ നാക്ക് മണ്ണിൽ അമർത്തിപ്പിടിച്ച് ഉഴുതുന്ന ഉഴവുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറകോട്ട് പിന്തിരിഞ്ഞു നോക്കിയാൽ കലപ്പയെ കാളയുമായി ഉറപ്പിച്ചിരിക്കുന്ന ദണ്ഡ് ഒടിയുകയും ആ ദണ്ഡ് ഒടിഞ്ഞു വന്ന് ഉഴവുകാരൻ്റെ തലയിലടിച്ച് അവൻ നിലത്ത് വീഴുകയും ചെയ്യും. അല്ല എങ്കിൽ കലപ്പനാക്ക് മണ്ണിൽ നിന്ന് ഉയർന്ന് ഉഴവുകാരൻ്റെ കാല് മുറിക്കും. ഏതെങ്കിലും വിധത്തിൽ ഉഴവുകാരന് അപകടം സംഭവിക്കുന്ന വിധത്തിൽ കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കിയാൽ ഏതെങ്കിലും തരത്തിൽ ഉഴവുകാരന് അപകടം സംഭവിക്കും. അതുകൊണ്ട് കർത്താവ് ആ ഉപമയാണ് ആ ചെറുപ്പക്കാരനോട് പറഞ്ഞത്. നീ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് വിളി ലഭിച്ചിട്ടും അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ, നീ കർത്താവിൻ്റെ വഴികളെ അറിഞ്ഞിട്ടും നീ അതിനെ നിരാകരിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹങ്ങൾ പ്രാപിക്കുക സാധ്യമല്ല. 3 വ്യക്തികളോടും വ്യത്യസ്തമായ വിധത്തിലാണ് കർത്താവ് അവിടെ പ്രതികരിച്ചത്. ആദ്യത്തെ വ്യക്തി അവൻ്റെ എല്ലാവിധ മോഹങ്ങളോടും കൂടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയാവട്ടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച ശേഷം കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു. മൂന്നാമത്തെ വ്യക്തി കുടുംബാംഗങ്ങളോട് വിടവാങ്ങിയതിനു ശേഷം അവന് ഒരു ഒരുക്കം നടത്തിക്കൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ചു. കർത്താവ് അവനോട് പറയുകയാണ്, ഈ 3 മാർഗങ്ങളും സ്വീകാര്യമല്ല എന്ന്. അവരോട് കർത്താവ് പറഞ്ഞ ആ കാര്യം നമ്മുടെയും ജീവിതത്തിൽ ഓർമ്മയുണ്ടായിരിക്കട്ടെ. നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സ്വീകാര്യമായ ഈ നിമിഷത്തിൽ തന്നെ തീർച്ചയായിട്ടും ദൈവചിന്തയിൽ അഥവാ കർത്തൃ ശുശ്രൂഷയിൽ നാം മുഴുകുന്നവരാവണം. അല്ലാത്ത പക്ഷം സ്വർഗത്തിൽ നിന്ന് നമ്മൾ പുറന്തള്ളപ്പെട്ടേക്കാം. വീണ്ടും നമുക്ക് ഒരുങ്ങാനൊരു സമയം ജീവിതത്തിൽ ലഭിച്ചെന്നിരിക്കില്ല. ജീവിതത്തിലെ അവസാനത്തെ ഒരു വിളിയായിരിക്കാം ഒരുപക്ഷെ ഇത്. ജീവിതത്തിൽ കർത്താവിൻ്റെ വഴികളെ അറിയുവാൻ, കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ ജീവിതത്തോട് ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് അവിടുന്ന് നമ്മളെ വിളിക്കുന്നു എന്ന തിരിച്ചറിവോടുകൂടെ നമുക്ക് മുന്നേറാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ വഴികളിൽ നടക്കുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ അവിടുത്തെ പക്കലേക്ക് പിന്തിരിയുവാൻ നമുക്ക് പരിശ്രമിക്കാം.